മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം താബോർ സ്നേഹഭവനിൽ വെച്ച് ആചരിച്ചു. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങ് DCC നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സിസ്റ്റേഴ്സ്, നമ്മുടെ അപ്പാപ്പന്മാർ, സുഹൃത്തുക്കളെ, ഇന്നലെയായിരുന്നു നമ്മുടെ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമദിനം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ വിപുലമായി തന്നെ അത് ആചരിക്കുകയും നമ്മുടെ ബഹുമാനായ രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ വരികയും അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അനുസ്മരണം നടത്തുകയെല്ലാം ചെയ്തു. നമ്മൾ ഇന്നലെ തിരുമേനിയിൽ നടത്തിയെങ്കിലും നമ്മൾ ഇന്ന് ഇങ്ങനെ ഇവിടെ നമ്മുടെ പേരപ്പന്മാരോടൊപ്പം ഇന്ന് നമുക്ക് ഒന്നിച്ചു കൂടാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുന്നത്. നമുക്കറിയാം ബഹുമാനായ ഉമ്മൻചാണ്ടിയെക്കുറിച്ച്. അദ്ദേഹം എന്നും പാവപ്പെട്ടവരെ കൂടെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പാവപ്പെട്ടവരായ ആൾക്കാരെ കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങൾ ചെയ്യാനും അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരുന്നു. അദ്ദേഹം ആർക്കെല്ലാം എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ ചെയ്തു കൊടുക്കുന്നവരും ഈ സഹായം സ്വീകരിച്ചവരും മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പോഴത്തെ പോലെ റീലിടുകയും പുറപ്പുറത്ത് കയറി വലിയ പരസ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുകയും അദ്ദേഹം തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ വന്ന ആ ഒരു ചടങ്ങ് കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളും അദ്ദേഹത്തെ ഒരു നോക്കുകൂടെ കാണാൻ വേണ്ടിയിട്ട് വഴിയോരങ്ങൾ നിൽക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി നമുക്കറിയാം, ലോകം തന്നെ ആദരിക്കപ്പെട്ട ഒരു ജനസമ്പർക്ക പരിപാടി ആയിരുന്നു അത്. അതിനാണ് UN അവർക്ക് അവാർഡൊക്കെ കൊടുക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയൊക്കെ ചെയ്തത്. പകരം വെക്കാനില്ലാത്ത ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭാവം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വേർപാട് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് നികത്താനാവാത്ത ഒരു വിടവാണ്. പ്രിൻസ് വെള്ളക്കട അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TP ചന്ദ്രൻ, മാത്യു തടത്തിൽ, ജോർജ് ചെമ്പരത്തി, ബിജു പുറ്റുമണ്ണി, അജി പാലത്തിങ്കിൽ, സജി ഓലയെടുത്ത്, സിനോ ആടിമക്കൾ, ഷിജു പുത്തൻപറമ്പിൽ, KD പ്രവീൺ, സിസ്റ്റർ റോസ് മാത്യു, സിസ്റ്റർ റോസിയ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം സ്നേഹവിരുന്നും ഒരുക്കി. കേരള മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഈ ഭവനത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. ഇന്നലെയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമദിനമെങ്കിലും പ്രത്യേക സാഹചര്യത്താൽ ഇന്നലെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ പോയതിനാൽ ഇന്നേ ദിവസം ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുകയും ഉമ്മൻചാണ്ടി സാറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചനകൾ നടത്തി ഞങ്ങളോടൊപ്പം നിങ്ങളുടെ സ്നേഹം പങ്കിടുകയും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്ത എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും, തിരുമേനിയിലെയും ചെറുപുഴ ടൗണിലുമുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും നന്ദിയോടെ ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും.
സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം